ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേ പോസ്റ്റുകൾ കാണാം. അതെന്താ വെച്ചാൽ ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോട്ടോഗ്രഫിയുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കിളികളുടെയും കിളിയും പക്ഷി ഒന്നാണല്ലോ അല്ലേ, അതും പിന്നെ കുറേ ഷിപ്പിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന കടലിൻ്റെ അതിനൊരു നേച്ചർ, അങ്ങനെ കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മാത്രമായിരുന്നു എൻ്റെ ഒരു സന്തോഷം, അതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജൂനിയർ ജസ്റ്റിസ് ബോർഡ്, കുട്ടികളുടെ കോടതിയിൽ ബോർഡ് മെമ്പറായി അവിടെ ജോലി ചെയ്യണം. അപ്പോൾ പലപ്പോഴും കേസിൽ വിട്ടിട്ട് വരുന്ന കുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്, മാഡം ഇഷ്ടം ഉണ്ടായിരുന്നു, അപ്പോൾ അവൾ സമ്മതിച്ചിട്ടാണ് ഞാൻ അവളെ ഉമ്മ വെച്ചത്, അതുകൊണ്ടാണ് അല്ലെങ്കിൽ സെക്സിന് സമ്മതിച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്, അവളുടെ കൺസെൻറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കേസുകൾ റിപ്പീറ്റഡായി വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ ആളുകളുടെ വിചാരം ഈ കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ 18 വയസ്സിലെ വ്യത്യാസമാണല്ലോ. അപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ കണ്ടൻറ്റ്സ് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് എത്രയും മുമ്പ് ഈ ഒരു പോയിൻ്റാണ് എന്നെ ആ ഒരു 2012-13 ആ ഒരു കാലഘട്ടത്തിൽ, 13-14 കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന് ഇങ്ങനത്തെ കേസിൽ പെട്ട് വരുന്ന കുട്ടികളുടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ആളുകളിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ എവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും പറയും, മക്കളെ 18 വയസ്സിന് താഴെയുള്ളൊരു പെൺകുട്ടി ആൺകുട്ടി എന്നുള്ളവരുടെ ഒരു കൺസെൻറ്റ് എന്ന് പറയുന്നത് കൺസെൻറ്റായിട്ട് എടുക്കരുത് എന്നുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഓൺ വോയിസ് വീഡിയോസ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ ഇതുവരെ എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഓൺ വോയിസ് വീഡിയോസാണ് ഇപ്പോൾ ഇങ്ങനെ എത്തിയത്. അപ്പോൾ ഇതിനിടയിൽ ടിക്ടോക്ക് വന്ന സമയത്ത് ടിക്ടോക്കിലാണ് അങ്ങനെ ഞാൻ വന്നപ്പോൾ എല്ലാവരും പല വീഡിയോസ് ചെയ്യണം. എനിക്ക് ടിക്ടോക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ ചുമ്മാ ഓൺ വോയിസ് വീഡിയോസ് പറഞ്ഞപ്പോൾ എങ്ങനെയോ അത് സക്സസ് ആയി, അത് നല്ല രീതിയിൽ അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ ഓൺ വോയിസ് വീഡിയോസിന് ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങി. മറ്റേ നമുക്ക് വേറെ ഒന്നും സമയം കിട്ടില്ലെങ്കിൽ ഒരു പാഷൻ, അല്ലെങ്കിൽ നമ്മുടെ കുറേ നെഗറ്റീവ്സും കാര്യങ്ങളും കേട്ട് വരുമ്പോൾ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ് ആ ഇത്. അപ്പം അത് ടിക്ടോക്ക് നിന്ന സമയത്ത് എന്തായി, ഈ വീഡിയോസൊക്കെ കുറേ, അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ടു. അവിടുത്തെ കുറേ പേര് ഇവിടെ വന്നു. പിന്നെ അതങ്ങനെ അറിയാണ്ട് ഇതിലേക്ക് അങ്ങോട്ട് കയറി വന്നതാണ്. അപ്പോൾ കുറേ വീഡിയോസ് ഫ്രീ ടൈം കിട്ടണ സമയത്ത് കുറച്ചത്, അപ്പോൾ ഇപ്പോൾ ഇതും അങ്ങനെയാണ്. ഫ്രീ ടൈം കിട്ടണ സമയത്ത് രാവിലെ കുറച്ച് നേരം ഞാനിങ്ങനെ എപ്പോഴാച്ചാൽ എൻ്റെ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഓൺ വോയിസസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വയ്ക്കും. ചിലപ്പോൾ റീൽസും കാര്യങ്ങളും ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടുമ്പോൾ പോസ്റ്റ് ചെയ്യണോ എന്നുള്ളത് മാത്രമാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ജോബിൽ നമ്മൾ ചിലപ്പോൾ 6-7 മണിക്കൂറൊക്കെ ഒരേ കേസ് തന്നെ അടുപ്പിച്ച് കൗൺസിലിങ്ങിന് ഇരിക്കേണ്ടി വരാറുണ്ട്. എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്. ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഫ്ലോ മുടക്കരുതെന്ന് വെച്ചിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നത്. അത് കേട്ട് അവരെക്കാൾ കൂടുതൽ അവർ ശരിയാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പറ്റുന്ന അത്ര അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കർമ്മ. അപ്പോൾ അതനുസരിച്ച് ചെയ്ത് നമുക്ക് പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം എന്നൊക്കെ തോന്നിയിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ചിലത് സക്സസ് ആവും, പക്ഷെ നമ്മളതിന് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ആഫ്റ്റർ ഓൾ ഞാൻ ഇതൊക്കെ ഇപ്പം എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമല്ല, നമുക്ക് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നില്ലേ. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെയുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും ഓടി വന്ന് കണ്ട് വീഡിയോസ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഉള്ളത്. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേ മോട്ടിവേഷൻ ടോക്കുകൾ നടത്തുന്ന ആൾക്കാരും അവയർനെസ് വീഡിയോസ് നടത്തുന്ന അങ്ങനെ പലരും ഉണ്ട്. പക്ഷെ അന്ന് എൻ്റെ ഒരു സമയത്ത് എനിക്ക് എന്താ പറയുക, എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് കൂടുതലായി. നമ്മൾ ആ ഒരു 19-20 സമയത്താണ് കൂടുതൽ വീഡിയോസിലേക്ക് അങ്ങനെ കൂടുതൽ വന്നത്. അപ്പോൾ ആ ഒരു സമയത്തുനിന്ന് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്കറിയാം എൻ്റേതായൊരു സ്പേസ് നമ്മളിവിടെ കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ അതിൽ ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിട്ട് പോവാം, ചിലപ്പോൾ വീഡിയോസ് ഒട്ടും പോവാതെ വളരെ ഇതായിട്ട് കിടക്കണ കാണാം, ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് തന്നെ വേറെ വല്ല ഇതിലും കൊണ്ടിടുമ്പോൾ അത് നല്ല രീതിയിൽ പോയിട്ട് കാണാം. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ, എവിടേക്കാണെങ്കിലും നമ്മുടെ ശബ്ദം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തണം. അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരുപാട് ആളുകളുടെ മനസ്സിലൊരു നല്ലൊരു അറിവായിട്ടൊരു സ്നേഹമായിട്ട് ചെന്നെത്താൻ സാധിക്കണം എന്നുള്ളതായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ എന്താ പറയുക, ഇപ്പോഴും പഠിച്ചും ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മളെ തന്നെ ശരിയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. സ്വപ്നങ്ങൾ വേണമല്ലോ മുന്നോട്ട്